എല്ലാവർക്കും നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? നല്ല ക്രിസ്മസൊക്കെ എല്ലാവരും നന്നായിട്ട് ആഘോഷിച്ചോ? ഓക്കെ, അപ്പോൾ ഇന്ന് എനിക്ക് തോന്നി നമുക്ക് ഇന്ന് നോക്കാം. ഇന്നലെ അവധി ആയതുകൊണ്ട് നിങ്ങളുടെ പേഴ്സൺ അവരുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ സംസാരിച്ച് കാണാൻ സാധ്യതയുണ്ടല്ലോ അല്ലേ? ആരെങ്കിലുമൊക്കെ കണ്ട് കാണും, എന്തെങ്കിലുമൊക്കെ ഡിസ്കഷൻസ് ഉണ്ടായി കാണും. അപ്പം ഞാൻ വിചാരിച്ചു ഫ്രണ്ട്സിനോട് അവരെന്തായിരിക്കും നിങ്ങളെപ്പറ്റി ഡിസ്കസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവുക, അങ്ങനെ നോക്കാം. ഓക്കെ, നോക്കട്ടെ. ഓർക്കുക, ഇതൊരു ജനറൽ കളക്റ്റീവ് ടൈംലെസ് റീഡിംഗ് ആണ്. എത്രത്തോളം നിങ്ങളുമായിട്ട് റെസനേറ്റ് ആകുന്നു അത്രത്തോളം മാത്രം എടുക്കുക കേട്ടോ. ബാക്കി അങ്ങ് വിട്ടുകളയുക. ഫോഴ്സ്ഫുള്ളി റീഡിങ്ങുമായിട്ട് റെസനേറ്റ് ചെയ്യാൻ ശ്രമിക്കരുത്. ഓക്കെ, കാരണം ഇത് നിങ്ങളുടെ പേഴ്സണൽ റീഡിംഗ് അല്ല. അപ്പോൾ പേഴ്സണൽ റീഡിംഗ് എടുത്താൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ യഥാർത്ഥ സിറ്റുവേഷൻ എല്ലാം അറിയാൻ സാധിക്കുള്ളൂ. ഞാൻ എൻ്റെ അടുത്ത് പേഴ്സണൽ റീഡിങ്ങിന് വരാൻ വേണ്ടി പറയുകയാണെന്ന് വിചാരിക്കരുത്. ആരുടെ അടുത്ത് വേണമെങ്കിൽ, ഒരുപാട് ടാരോ റീഡേഴ്സ് ഉണ്ട്, നിങ്ങൾക്ക് വിശ്വാസമുള്ള ആരുടെ അടുത്ത് വേണമെങ്കിൽ റീഡിങ് എടുക്കാം. ഓക്കെ, എന്നാലേ എക്സാക്ട് സിറ്റുവേഷൻസ് നിങ്ങൾക്ക് അറിയാൻ സാധിക്കുള്ളൂ കേട്ടോ. അല്ലാതെ ഇപ്പോൾ ഇതിൽ എന്തെങ്കിലും വന്നു, നെഗറ്റീവ് വന്നു, അപ്പോൾ ഉടനെ മനസ്സ് വിഷമിച്ച് അങ്ങനെയൊന്നും ആവരുത്. ന്യൂട്രലായിട്ടിരിക്കുക, അതാണ് പറയാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, ഇത് കാർഡ് എല്ലാ കാർഡും ഒരുമിച്ച് എടുക്കുമ്പോഴത്തേക്കും ചില മിക്സ്ഡ് എനർജീസ് ആയിട്ടായിരിക്കും വരുന്നത്. കാരണം ഒരുപാട് പേര് റീഡിങ് കാണുന്നതാണ് അല്ലേ. ഇപ്പോൾ ചിലപ്പോൾ ഓരോ കാർഡ് ഓരോരുത്തർക്കായിരിക്കും റെസനേറ്റ് ചെയ്യേണ്ടാവുക. എല്ലാ കാർഡും എല്ലാവർക്കും റെസനേറ്റ് ആയിക്കൊള്ളണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. നിങ്ങൾക്ക് എങ്ങനെ റെസനേറ്റ് ആകുന്നോ അത് മാത്രം എടുക്കുക കേട്ടോ. കൺഫ്യൂസ്ഡ് ആവരുത്, അതുകൊണ്ടാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ റീഡിങ്ങിലേക്ക് പോകാം. ഡിവൈൻ പ്ലീസ് ഗൈഡ്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൺ ഇന്നലത്തെ ദിവസം അവരുടെ സുഹൃത്തുക്കളെ കണ്ടിട്ടുണ്ടെങ്കിൽ അവരുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് എന്താണ് അവരുടെ സുഹൃത്തിനോട് സംസാരിച്ചിട്ടുണ്ടാവുക? എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് അവർ തമ്മിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവുക? എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൺ അവരുടെ സുഹൃത്തുക്കളെ ഇന്നലെ കണ്ടിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നു അവർ തമ്മിൽ എൻ്റെ വ്യൂവേഴ്സിൻ്റെ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവുക എന്നൊന്ന് പറഞ്ഞു തരൂ പ്ലീസ് ഗൈഡ്. പ്ലീസ് ഗൈഡ്, പ്ലീസ് ഗൈഡ്, പ്ലീസ് ഗൈഡ്, പ്ലീസ് ഗൈഡ്, പ്ലീസ് ഗൈഡ്. മറന്ന് വീഴുന്നതല്ല, ഞാൻ എടുക്കുകയാണ് കേട്ടോ. ക്ലാരിഫൈ ചെയ്യേണ്ടത് പിന്നീട് ക്ലാരിഫൈ. 2-3 കാർഡുള്ളത് ഞാൻ എടുക്കുന്നില്ല. ഇത് 2-3 കാർഡിൽ പെട്ടതാണ്, അത് വേണ്ട. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൺ അവരുടെ സുഹൃത്തുക്കളോട് ഇന്നലെ എൻ്റെ വ്യൂവേഴ്സിനെ കുറിച്ച് എന്തായിരിക്കും ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവുക എന്നൊന്ന് പറഞ്ഞു തരൂ പ്ലീസ്. ഓക്കെ, ആദ്യം വീണ കാർഡ് ഏസ് ഓഫ് സ്വാർഡ്സ്, രണ്ടാമത്തത് 8 ഓഫ് കപ്സ്, മൂന്നാമത് വീണത് ചാരിയറ്റ്. ഓക്കെ, ക്വീൻ ഓഫ് കപ്സ്, നൈറ്റ് ഓഫ് വാൻഡ്സ്, ഗുഡ്, 4 ഓഫ് വാൻഡ്സ്, 9 of cups, very good, Fool, 3 of pentacles, 7 of wands, hanged man, 5 of cups, 8 of wands, bottom of the deck. കേട്ടോ, കൂടുതൽ കാർഡ്സ് വേണമെങ്കിൽ ഞാൻ എടുക്കും. ഞാൻ ചില കാർഡ്സ് എനിക്ക് ക്ലാരിഫൈ ചെയ്യാനുണ്ട്. ക്ലാരിഫൈ 8 of cups, ക്ലാരിഫൈ 8 of cups, ക്ലാരിഫൈ 8 of cups, 8 of cups, 4 of cups, clarify 7 of wands, clarify 7 of wands, clarify 7 of wands, 3 of wands, clarify the hanged man, clarify the hanged man, clarify the hanged man. ഡിഫറെൻ്റ് എനർജീസ് ആയിട്ട് തോന്നുകയാണെങ്കിൽ ഞാനത് എസ്പെഷ്യലി പറയും കേട്ടോ. 2 ഓഫ് പെൻറ്റക്കിൾസ്, ശബ്ദങ്ങൾ ക്ഷമിക്കുക കേട്ടോ. ക്ലാരിഫൈ 5 ഓഫ് കപ്സ്, ക്ലാരിഫൈ 5 ഓഫ് കപ്സ്, ടവർ, ഓക്കെ. ക്ലാരിഫൈ 3 ഓഫ് പെൻറ്റക്കിൾസ്, ക്ലാരിഫൈ 3 ഓഫ് പെൻറ്റക്കിൾസ്, ക്ലാരിഫൈ 3 ഓഫ് പെൻറ്റക്കിൾസ്, മജീഷ്യൻ, ക്ലാരിഫൈ ഏസ് ഓഫ് സോർട്സ്. എൻ്റെ റിയാലിറ്റിയാണ് അവർക്ക് മനസ്സിലായത്. ക്ലാരിഫൈ
Ace of Swords, clarify Ace of Swords, please clarify Ace of Swords. King of Swords. ഓക്കെ, അതായത് നിങ്ങളുടെ പേഴ്സൺ ഇന്നലെ അവരുടെ ഫ്രണ്ടിൻ്റെ അടുത്ത് ആദ്യമായിട്ട് പറഞ്ഞത് ഇവരുടെ ഈഗോ ഇഷ്യൂ കൊണ്ടാണ്, അതായത് നിങ്ങളുടെ പേഴ്സൻ്റെ ഈഗോ ഇഷ്യൂ, ദേഷ്യം, എടുത്തുചാട്ടം, ഈ കാരണങ്ങളൊക്കെ കൊണ്ടാണ് നിങ്ങളുടെ ഇടയിൽ ഒരു വഴക്ക് മാറാതെ നിൽക്കുന്നത്. അവരുടെ തെറ്റാണ് എന്നുള്ള ഒരു റിയലൈസേഷൻ അവർക്ക് ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞ് എൻ്റെ തെറ്റാണെന്ന് എനിക്ക് മനസ്സിലായി, ഞാൻ കോണ്ടാക്റ്റ് ചെയ്തോളാം എന്നുള്ള രീതിയിൽ ഒരു ന്യൂ ബിഗിനിങ്ങിന് ഞാൻ ശ്രമിക്കാം എൻ്റെ പേഴ്സണുമായിട്ട് എന്ന് അവരുടെ ഫ്രണ്ടിൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ട് കേട്ടോ. മറ്റു ചില അടുത്ത സെറ്റ് കാർഡ്സ് 8 ഓഫ് കപ്സ് ആൻഡ് 4 ഓഫ് കപ്സ്. 8 ഓഫ് കപ്സ് വെച്ചിട്ട് നിങ്ങളുടെ പേഴ്സൺ ലോങ് ഡിസ്റ്റൻസിലായിരിക്കാം കേട്ടോ. ഏത് കാർഡ് ആർക്ക് റെസനേറ്റ് ആകുന്നു അത് മാത്രം എടുക്കുക. ഓക്കെ, ലോങ് ഡിസ്റ്റൻസിലാണെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ അവിടെ ഇരുന്നുകൊണ്ട് അവരുടെ ഫ്രണ്ടിൻ്റെ അടുത്ത് അവർ പറയുകയാണ് നിങ്ങളെ വല്ലാതെ മിസ്സ് ചെയ്യുന്നു, കാരണം വിചാരിച്ച പോലെ കാണാൻ സാധിക്കുന്നില്ല. എസ്പെഷ്യലി ഒരു സെലിബ്രേഷൻ ഡേ ഒക്കെ ആകുമ്പോൾ വല്ലാതെ മിസ്സ് ചെയ്യും അല്ലേ. എല്ലാ ഫ്രണ്ട്സും ഉണ്ട്, ഇവർ മാത്രമില്ല, കാണാൻ തോന്നുന്നു എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. വിചാരിച്ച പോലെ ഓടിച്ചെന്ന് കാണാൻ സാധിക്കുന്നില്ലല്ലോ എന്നുള്ളൊരു ആ ഡിസ്റ്റൻസ് ഒരു ബോധറേഷനായിട്ട് അവർക്ക് തോന്നുന്നുണ്ട് എന്ന് പറയുന്നു കേട്ടോ. പറഞ്ഞു, ഇന്നലത്തെ കാര്യമാണ് ഈ പറയുന്നത്. ഓക്കെ, ചാരിറ്റ് വെച്ചിട്ട് നിങ്ങളുടെ പേഴ്സൺ എസ്പെഷ്യലി ഒരു യൂണിഫോംഡ് ജോബൊക്കെ ആയിരിക്കാം. യൂണിഫോംഡ് ജോബൊക്കെ ആയിരിക്കാം, അല്ലായിരിക്കാം കേട്ടോ. എസ്പെഷ്യലി കൂടുതലായിട്ടും യൂണിഫോംഡ് ജോബിലുള്ള ആൾക്കാരെയാണ് അവിടെ കണക്റ്റ് ആയിരിക്കുന്നത്. അവർ മാത്രമാണെന്നല്ല, കൂടുതലായിട്ടും അങ്ങനെ കണക്റ്റ് ആയെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. അവർ നിങ്ങളുടെ അടുത്തേക്ക് ട്രാവൽ ചെയ്ത് വരുന്നതായിട്ട് കാണുന്നുണ്ട്. അത് പറയുന്നുണ്ട്, നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്തേക്ക് അവർ വരുന്നുണ്ട് എന്ന കാര്യം അവർ പറയാണ് അവരുടെ ഫ്രണ്ടിൻ്റെ അടുത്ത്. ഞാൻ പോകുന്നുണ്ട് ഇന്ന സ്ഥലത്തേക്ക് എൻ്റെ പേഴ്സണെ കാണാൻ എന്ന് പറയുന്നതായിട്ട് കാണുന്നു. ഓക്കെ, ക്വീൻ ഓഫ് കപ്സ് വെച്ച് നിങ്ങൾ പ്രതി ഹൈലി ഇമോഷണലായിട്ട് ഫീൽ ചെയ്യുന്നു എന്ന് അവർ പറയുന്നുണ്ട്. മിസ്സിങ് എല്ലാം ഉണ്ട് അവിടെ, മിസ്സിങ് എനർജി ഉണ്ട്, കാണാൻ വല്ലാതെ സ്നേഹം തോന്നുന്നു, കാണാൻ തോന്നുന്നു, അങ്ങനെയൊക്കെ ഇല്ലേ, ഒരു ഹൈലി ഇമോഷണലായിട്ട് ഫീൽ ചെയ്യുന്നു എന്ന് അവരുടെ പേഴ്സൻ്റെ അടുത്ത്, അവരുടെ ഫ്രണ്ടിൻ്റെ അടുത്ത് എന്ന് അവരുടെ ഫ്രണ്ടിൻ്റെ അടുത്ത് പറയുന്നതായിട്ട് കാണും. ഓക്കെ, ഒന്ന് നൈറ്റ് ഓഫ് വോൺസ് നോക്കിക്കോട്ടെ. ക്ലാരിഫൈ നൈറ്റ് ഓഫ് വോൺസ്, ക്ലാരിഫൈ നൈറ്റ് ഓഫ് വോൺസ്, ക്ലാരിഫൈ നൈറ്റ് ഓഫ് വോൺസ്, ക്ലാരിഫൈ നൈറ്റ് ഓഫ് വോൺസ്, പേജ് ഓഫ് പെൻറ്റക്കിൾസ്. ഓക്കെ, ഇവരെ എക്സൈറ്റഡ് ആക്കാനും മാത്രമുള്ള എന്തോ ഒരു കാര്യം നിങ്ങൾ ഓൺലൈനിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവർക്ക് അത് കണ്ടപ്പോൾ എക്സൈറ്റ്മെൻറ്റ് തോന്നി. ഓക്കെ, ഒരു പക്ഷേ നിങ്ങളുടെ സ്നേഹം വ്യക്തമാക്കുന്ന രീതിയിൽ നിങ്ങൾ ഓൺലൈനിൽ എന്തെങ്കിലും സോഷ്യൽ മീഡിയ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും പോസ്റ്റ് ചെയ്ത് കാണണം. അത് ഇവരുടെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിനെ പറ്റിയിട്ട് അവർ ഡിസ്കസ് ചെയ്യാണ് അവരുടെ ഫ്രണ്ടിൻ്റെ അടുത്ത്. കണ്ടോ, ഇത് എനിക്ക് വേണ്ടിയല്ലേ, എന്നെ പറ്റിയല്ലേ ഇത് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്, എന്ത് തോന്നുന്നു, എനിക്ക് വേണ്ടിയുള്ള മെസ്സേജ് അല്ലേ ഇത്, എന്താണ് നിനക്ക് തോന്നുന്നത് എന്നൊക്കെ നമ്മൾ ഫ്രണ്ടിൻ്റെ അടുത്ത് ഡിസ്കസ് ചെയ്യുമല്ലോ. വാട്ട് ഡു യു തിങ്ക് എന്ന് തോന്നില്ലേ. അപ്പോൾ ഇത് കാണിച്ചിട്ട്, അതായത് സോഷ്യൽ മീഡിയ റിലേറ്റഡ് സംഭവം ഇവരെ കാണിച്ചിട്ട് അവർ ഡിസ്കസ് ചെയ്യാണ്, അല്ലേ ഇത് എനിക്കുള്ളതല്ലേ, എനിക്കുള്ള മെസ്സേജ് അല്ലേ എന്നങ്ങനെ ചോദിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. നമ്മളെല്ലാവരും ചെയ്യുന്ന കാര്യം തന്നെയാണ് അല്ലേ. 4 ഓഫ് വോൺസ് വെച്ചിട്ട് എന്തോ ഒരു ഇവൻറ്റ് അപ്കമിങ് ആയിട്ട് വരുന്നുണ്ട്. അടുത്തൊരു 4 ദിവസത്തിനകം ഒരു ഇവൻറ്റ് നടക്കാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അവിടെ വെച്ചിട്ട് അതൊരു മീറ്റിംഗ് ആയിരിക്കാം, ഒരു പബ്ലിക് ഇവൻ്റ് ആയിരിക്കാം, ഒരു കല്യാണമായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഓഫീസ് മീറ്റിംഗ് ആയിരിക്കാം. ഓക്കെ, എവിടെയോ വെച്ചാൽ കുറച്ച് ആൾക്കാർ ഉണ്ട് അവിടെ, നിങ്ങൾ ഒറ്റയ്ക്കല്ല, ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കും. അവിടെ വെച്ചിട്ട് നിങ്ങൾ തമ്മിൽ കാണാനുള്ളൊരു സാഹചര്യം ഉണ്ടാവാൻ ഉള്ള ഒരു സാഹചര്യമുണ്ട്, കാണാൻ പോസിബിലിറ്റി ഉണ്ട്, മനസ്സിലായില്ലേ. ആ പോസിബിലിറ്റിയെക്കുറിച്ച് അവരുടെ ഫ്രണ്ടിൻ്റെ അടുത്ത് സംസാരിക്കുന്നതായിട്ട് കാണുന്നു. ഇങ്ങനെ ഒരു ഇവൻ്റ് വരുന്നുണ്ട്, അപ്പോൾ അവിടെ വെച്ച് എനിക്കിവരെ കാണാൻ സാധിക്കുമെന്ന് തോന്നുന്നു, അവർ വരുമായിരിക്കും എന്നുള്ള രീതിയിൽ അവർ ഡിസ്കസ് ചെയ്യുന്നതായിട്ട് കാണുന്നു കേട്ടോ. അവിടെ വെച്ച് ഇവരുടെ മനസ്സ് തുറക്കാൻ സാധിക്കുമോ, അത് അവിടെ വെച്ച് പറഞ്ഞാൽ ശരിയാകുമോ, ഇവിടെ വെച്ച്, അതായത് ഇവർ പ്രപ്പോസ് ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ അവിടെ വെച്ച് നിങ്ങളുടെ അടുത്ത് പ്രപ്പോസ് ചെയ്താൽ അത് ശരിയാകുമോ, അത് ശരിയായ നടപടി ആയിരിക്കുമോ എന്നൊക്കെ, അങ്ങനെയൊക്കെ ഒരു കൺസൾട്ടേഷൻ നമ്മൾ ചെയ്യുമല്ലോ, അതുപോലെ സംസാരിക്കുന്നതായിട്ട് കാണുന്നു. ഓക്കെ, അടുത്ത 4 ദിവസത്തിനകമായിരിക്കും ഈ ഇവൻറ്റ് നടക്കാൻ പോകുന്നത് കേട്ടോ. 9 ഓഫ് കപ്സ് വെച്ചിട്ട് നിങ്ങൾ അവരുടെ ഒരു വിഷ് ഫുൾഫിൽമെൻ്റ് ആണ് എന്ന് തന്നെ ഇവർ തറപ്പിച്ച് പറയുന്നു അവരുടെ സുഹൃത്തിനോട് കേട്ടോ. അവർക്ക് ബാക്കി ലൈഫിലെല്ലാം അവർ സാറ്റിസ്ഫൈഡ് ആണ്, അങ്ങനെ പറയത്തക്ക പ്രശ്നങ്ങളൊന്നും അവർക്ക് ലൈഫിൽ ഇല്ല. പക്ഷേ
നിങ്ങളില്ലാത്തതിൻ്റെ ഒരു കുറവ് അവർക്ക് തീർച്ചയായും ഫീൽ ചെയ്യുന്നുണ്ട് എന്ന് അവർ പറയുന്നുണ്ട്. ഞാൻ വീണ്ടും പറയുന്നു, ഏതൊക്കെ കാർഡ് ആർക്കൊക്കെ റെസനേറ്റ് ആകുന്നോ അത് മാത്രം എടുക്കുക. എല്ലാ കാർഡും എല്ലാ പേർക്കും റെസനേറ്റ് ആയിക്കൊള്ളണമെന്ന് നിർബന്ധമില്ല. ഓക്കെ, ഫൂള് വെച്ചിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ റിസ്ക് ഫാക്ടേഴ്സ് ഒരുപാട് ഉണ്ട്. ഓക്കെ, ചിലപ്പോൾ ഫാമിലിയുടെ എതിർപ്പായിരിക്കാം, അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം. ഓക്കെ, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. കാസ്റ്റ്, കൾച്ചർ, റിലിജൻ, സോഷ്യൽ സ്റ്റാറ്റസ്, ഈ ഡിഫറൻസസ് ഉണ്ടായിരിക്കാം. അതെല്ലാം അവർ മനസ്സിലാക്കുന്നുണ്ട് എന്ന് അവർ പറയുന്നു. വോട്ടെവർ തടസ്സം നിങ്ങൾക്ക് ആ റിലേഷൻഷിപ്പിൽ ഉണ്ടോ അത് അവർ പൂർണ്ണമായിട്ടും മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് പറയുകയാണ്. പക്ഷെ ആ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ റിലേഷൻഷിപ്പിൽ മുന്നോട്ട് തന്നെ എന്ന് തീരുമാനിച്ചിരിക്കുന്നു എന്നും ഇവരുടെ ഫ്രണ്ടിൻ്റെ അടുത്ത് പറയുന്നതായിട്ട് കാണുന്നു കേട്ടോ. 3 ഓഫ് പെൻറ്റക്കിൾസ് തീർച്ചയായിട്ടും അവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ള ആൾക്കാരുടെ കാർഡ്, സെറ്റ് ഓഫ് കാർഡ്സ് ആണിത്. ആ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇവരുടെ ഫ്രണ്ടിനും അറിയാം. ഓക്കെ, അതായത് നിങ്ങളുടെ പേഴ്സൺ മാരീഡ് ആയിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ മാരീഡ് ആയിരിക്കാം. എയ്തർ വേ ഒരു തേർഡ് പാർട്ടിയുടെ പ്രസൻസ് അവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഇവർ പറയുന്നത് എല്ലാം അറിയാം, ഫാമിലി ഉണ്ട്, എല്ലാം മനസ്സിലാവുന്നുണ്ട്. പക്ഷേ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാതിരിക്കാൻ സാധിക്കുന്നില്ല. എന്ത് ചെയ്യുമ്പോഴും, ജോലി ചെയ്യുമ്പോഴും, എന്ത് ചെയ്യുമ്പോഴും ഇവരുടെ തന്നെ ഓർമ്മകളാണ്. ഞാൻ എന്ത് ചെയ്യും എന്ന് ഓർമ്മകൾ മായ്ച്ചു കളയാൻ സാധിക്കുന്നില്ല. നിങ്ങളുടെ ഓർമ്മകൾ മനസ്സിൽ നിന്നും മായ്ച്ചു കളയാൻ സാധിക്കുന്നില്ല. ഞാൻ എന്ത് ചെയ്യണം എന്ന് ഇവരുടെ സുഹൃത്തിനോട് ചോദിക്കുന്നതായിട്ട് കാണുന്നു കേട്ടോ. മറ്റു ചിലർ ഇതേ തേർഡ് പാർട്ടി സിറ്റുവേഷൻ മൂലം, ഇതൊരു സെറ്റ് കാർഡാണ്, ഇതൊരു ഡിഫറെൻറ്റ് സെറ്റ് കാർഡാണ് കേട്ടോ. ഡിഫറെൻറ്റ് സെറ്റ് ഓഫ് എനർജി ആയിരിക്കും ഇത്. ഇവർ പ്രത്യേകമായിട്ട് വെച്ച് ഇത് കൺഫ്യൂസ്ഡ് ആണ്. അവർ അഭിപ്രായം ചോദിക്കുകയാണ് എന്ത് ചെയ്യാമെന്നുള്ളത്. ഇവിടെ അവർ തീരുമാനിക്കുന്നത്, ഇവർ പറയുകയാണ്, ഇവരുടെ ഫ്രണ്ടിൻ്റെ അടുത്ത് പറയുകയാണ്, മറ്റ് ഒരു ഗ്രൂപ്പുകാരുടെ എനർജിയാണിത്. ലോങ് ഡിസ്റ്റൻസുമാണ്, തേർഡ് പാർട്ടി സിറ്റുവേഷനും ഉണ്ട്. അവിടെ അവർ വിചാരിക്കുകയാണ് നിങ്ങളുടെ സ്നേഹത്തിന് റെസ്പോണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ തേർഡ് പാർട്ടി സിറ്റുവേഷൻ വഷളാകും. അവരുടെ റിലേഷൻ, അതായത് എക്സിസ്റ്റിംഗ് മാരേജ് പ്രോബ്ലത്തിലാവും. അതുകൊണ്ട് തന്നെ ഞാൻ കണ്ടിട്ടും കാണാതെ ഭാവത്തിലിരിക്കുകയാണ്. മനസ്സിലായില്ലേ? ഇഗ്നോർ ചെയ്യേണ്ട സ്ഥിതിയാണ്. അവരുടെ സ്നേഹം പൂർണ്ണമായി മനസ്സിലാക്കിയിട്ടും ഇഗ്നോർ ചെയ്യേണ്ട ഒരു സ്ഥിതിയാണ്. ഞാൻ എന്ത് ചെയ്യേണ്ടത് എന്ന് അവർ ചോദിക്കുന്നതായിട്ടും കാണുന്നുണ്ട് കേട്ടോ. ഇത് രണ്ട് ഗ്രൂപ്പുകാരുടെ എനർജിയാണ് കേട്ടോ. ഒന്ന് തീരുമാനം എടുത്തിട്ടില്ല. ഇവിടെ അവരൊരു തീരുമാനം എടുത്തിരിക്കുകയാണ് ഇഗ്നോർ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് കേട്ടോ. നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി എന്താണെന്ന് നിങ്ങൾക്ക് അറിയായിരിക്കും. ഞാൻ പറഞ്ഞ ഇങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ട് രണ്ട് സെറ്റ് കാർഡ്സ് വരുമ്പോഴത്തേക്ക് രണ്ടും തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണ്. പക്ഷെ രണ്ട് ഗ്രൂപ്പുകാർ രണ്ട് ടൈപ്പ് ഓഫ് ഡിസിഷൻസ് ആണ് എടുത്തിരിക്കുന്നത് അല്ലേ. അപ്പം ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഞാൻ പറയുന്നത്, പേഴ്സണൽ റീഡിങ് എടുക്കുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഇതിൽ ഏത് ഗ്രൂപ്പിലുള്ളതാണ് എന്ന് നമുക്ക് അറിയാൻ സാധിക്കും. മനസ്സിലായല്ലോ? ഞാൻ എന്നോട് എടുക്കാൻ പറയുന്നതല്ല കേട്ടോ. ഞാൻ നിങ്ങൾക്കൊരു ഗൈഡൻസ് ആയിട്ട് ഞാൻ പറഞ്ഞു തന്നതാണ്. ഇത് ടെൻഷൻ അടിച്ചിരിക്കാതെ എക്സാക്ട് സിറ്റുവേഷൻ എന്താണെന്ന് നമുക്കറിയാമല്ലോ. ഹാങ്ഡ് മാൻ ആൻഡ് 2 ഓഫ് പെൻറ്റക്കിൾസ് വെച്ചിട്ട് വീണ്ടും അവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണ്, ഒരു ജഗ്ലിംഗ് ആണ്. രണ്ടുപേരെയും ഈക്വലി ഇഷ്ടമാണ്. മനസ്സിലായില്ലേ? നിങ്ങളുടെ പേഴ്സണ് അവരുടെ എക്സിസ്റ്റിംഗ് ഫാമിലീനെയും ഇഷ്ടമാണ്, നിങ്ങളെയും ഇഷ്ടമാണ്. രണ്ടുപേരെയും വിടാൻ വയ്യ. മനസ്സിലായില്ലേ? അവിടെയും വിടാൻ വയ്യ, ഇവിടെയും വിടാൻ വയ്യ. നടുവിൽ സ്റ്റക്കായിട്ട് നിൽക്കുന്നതായിട്ട് കാണുന്നു. ഏത് ഭാഗത്തേക്ക് കാലെടുത്ത് വെക്കണം എന്നറിയാൻ വയ്യാത്ത ഒരു സിറ്റുവേഷനിൽ അവർ നിൽക്കുന്നതായിട്ട് കാണുന്നു. അവരതിനെ പറ്റിയിട്ടും ഇവിടെ അവരുടെ ഫ്രണ്ടിൻ്റെ അടുത്ത് പറയുകയാണ്, ഇവിടെ റെസ്പോൺസിബിലിറ്റി എനിക്ക് കളയാൻ പറ്റില്ല, അവിടെ അവരോടുള്ള സ്നേഹവും എനിക്ക് കളയാൻ പറ്റില്ല, അപ്പം ഞാൻ എന്ത് ചെയ്യും എന്ന് ഇവർ ഒരു സംസാരിക്കുന്നതായിട്ട് കാണുന്നു. ഓക്കെ, 5 ഓഫ് കപ്സ് ആൻഡ് ദി ടവർ വെച്ചിട്ട് നിങ്ങളുടെ സൈഡിൽ നിന്ന് ഒരു ബ്ലോക്കേജ് നിങ്ങളുടെ പേഴ്സൺ ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ, ഇത് അനദർ സെറ്റ് ഓഫ് എനർജിയാണ് കേട്ടോ. അടുത്ത സെറ്റ് ഗ്രൂപ്പുകാരാണിത്. അവിടെ നിങ്ങളുടെ പേഴ്സണെ ബ്ലോക്ക് ചെയ്ത് കാണും. ഓക്കെ, വഴക്കിട്ടിട്ട് നിങ്ങൾ ബ്ലോക്ക് ചെയ്ത് കാണും. അവിടെ നിങ്ങളെ വല്ലാതെ മിസ്സ് ചെയ്യുന്നു. കോള് ബ്ലോക്ക് മാറ്റില്ലേ? എന്താണ് ബ്ലോക്ക് മാറ്റാത്തത്? എത്ര ദിവസമായി ബ്ലോക്ക് മാറ്റുന്നില്ലല്ലോ, മിസ്സ് ചെയ്യുന്നു, വല്ലാതെ സംസാരിക്കാൻ തോന്നുന്നു എന്ന് പറയുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. 8 ഓഫ് വാൻഡ്സ് വെച്ചിട്ട് നിങ്ങളുടെ അടുത്ത് എത്രയും പെട്ടെന്ന് സംസാരിക്കണം, കോണ്ടാക്റ്റ് ചെയ്യണം, ഒന്ന് കോള് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങളിൽ നിന്നൊരു കോള് റിസീവ് ചെയ്യണം എന്നൊക്കെ ഇവർക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് എന്ന് ഇവർ പറയുന്നു. ഓക്കെ, നിങ്ങളുടെ അടുത്ത് നിന്നൊരു കോള് വരില്ലേ? ഞാൻ കോൾ ചെയ്താൽ അവർ എടുക്കുമോ? ഫോണ് വിളിച്ചു നോക്കിയാലോ എന്നൊക്കെ നമ്മൾ ഫ്രണ്ട്സിനോട് ചോദിക്കില്ലേ? ആ ഒരു എനർജിയാണ് അവിടെ കാണുന്നത്. ഓക്കെ,
Give me some more cards, Divine. Give me some more cards. The viewers and the person. അവരുടെ സുഹൃത്തുക്കളോട് എൻ്റെ വ്യൂവേഴ്സിന് റിലേഷൻഷിപ്പിനെ പറ്റിയിട്ട് എന്തായിരിക്കും ഇന്നലത്തെ ദിവസം ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവും, അവർ തമ്മിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടെങ്കിൽ. ഡെവിൾ, സ്റ്റാർ, Three of Cups, Knight of Cups, Page of Cups, Six of Cups. രണ്ട് കാർഡ് കൂടെ വേണേൽ എടുക്കാം. പ്ലീസ് ഗിവ് മീ സം മോർ കാർഡ്സ്. പ്ലീസ് ഗിവ് മീ സം മോർ കാർഡ്സ്. Page of Wands, Hermit. നിങ്ങളെപ്പറ്റി ഭയങ്കര ഒബ്സസ്ഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നു എന്ന് അവരുടെ ഫ്രണ്ടിൻ്റെ അടുത്ത് പറയുന്നതായിട്ട് കാണുന്നു. അതായത് നിങ്ങളൊരു അഡിക്ഷൻ പോലെ ആയിരിക്കുകയാണ് അവർക്ക്. നിങ്ങളെ മറക്കാൻ സാധിക്കുന്നില്ല, എന്ത് ചെയ്തിട്ടും നിങ്ങൾ അവരുടെ മനസ്സിൽ നിന്നും പോകുന്നില്ല എന്ന് അവർ തുടർച്ചയായിട്ട് നിങ്ങളുടെ ചിന്തകൾ വന്നുകൊണ്ടിരിക്കുന്നു. എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിക്കുമല്ലോ, അങ്ങനെ ചോദിക്കുന്നതായിട്ട് കാണുന്നു കേട്ടോ. ഇത് സ്റ്റാർ വെച്ചിട്ട് അവർ പറയണം, നിങ്ങളെപ്പോലെ ഒരാളെ അവരുടെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. നിങ്ങളെപ്പോലെ അത്രയും പോസിറ്റിവിറ്റി ഉള്ള, അത്രയും എന്താ പറയുക, ഒരു സ്റ്റാറിനെ പോലെ തിളങ്ങുന്ന, അത്രയും തിളക്കമുള്ളൊരു വ്യക്തിയെ ഇവർ ലൈഫിൽ കണ്ടിട്ടില്ല എന്ന് പറയില്ലേ. നെവർ സീൻ സംബഡി ലൈക്ക് ദിസ് എന്ന് പറയില്ലേ, അങ്ങനെ അത് പറയാണ്. എനിക്ക് അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ അവർക്കൊരു ഒബ്സഷനായിട്ട് മാറിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ പറയാണ്, നിങ്ങളെപ്പറ്റി ഒരു അഭിപ്രായം പറയുകയാണ്. എത്ര നല്ലൊരു വ്യക്തിയാണ്, ഇവരെ പോലെ ഒരാളെ ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയാണ്. 3 of Cups വെച്ചിട്ട് ഒരു ഫ്രണ്ടായിട്ടെങ്കിലും നിങ്ങളെ കൂടെ നിർത്താൻ അവർക്ക് സാധിക്കുമോ? നിങ്ങളുമായിട്ട് ലൈഫ് ലോങ് കണക്റ്റഡ് ആയിരിക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതൊരു ഫ്രണ്ടായിട്ടാണെങ്കിൽ പോലും, ഒരു ബെസ്റ്റ് ഫ്രണ്ടായിട്ടാണെങ്കിൽ പോലും നിങ്ങളുമായിട്ട് എന്നും കണക്റ്റഡ് ആയിട്ടിരിക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതിനെങ്കിലും നിങ്ങൾ സമ്മതിക്കുമോ എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. അത് അവർ സംസാരിക്കുന്നുണ്ട് അവരുടെ ഫ്രണ്ടിൻ്റെ അടുത്ത്. നൈറ്റ് ഓഫ് കപ്സ് വെച്ചിട്ട് നിങ്ങളെ കാണാൻ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഗിഫ്റ്റ് വാങ്ങിക്കുന്നതിനെ പറ്റിയിട്ട് അവരൊരു സജഷൻ ചോദിക്കുകയാണ് അവരുടെ ഫ്രണ്ടിൻ്റെ അടുത്ത്. കാണുമ്പോൾ എന്ത് കൊടുക്കാം, ഒരു സജഷൻ പറയുന്ന നമ്മൾ പറയില്ലേ, എന്ത് കൊടുത്താലായിരിക്കും നല്ലതാവുക എന്നൊക്കെ നമ്മൾ ചോദിക്കില്ലേ. അങ്ങനെ ചോദിക്കുന്നതായിട്ട് അവർക്കൊരു ഗിഫ്റ്റ് കൊടുക്കണം, എന്ത് വാങ്ങിക്കട്ടെ എന്ന് ചോദിക്കുന്ന പോലെ. പേജ് ഓഫ് കപ്സ് വെച്ചിട്ട് വീണ്ടും നിങ്ങളെ വിളിക്കണം, കോൾ ചെയ്യണം, നിങ്ങൾ കോളിന് വെയിറ്റ് ചെയ്യുന്നുണ്ടാവും, ഞാൻ അവരെ ഒന്ന് വിളിക്കട്ടെ എന്നുള്ള രീതിയിൽ അവരുടെ ഫ്രണ്ടിൻ്റെ അടുത്ത് പറയുന്നതായിട്ടും കാണുന്നു. അതേസമയം നിങ്ങൾ പോസ്റ്റ് ചെയ്തിരിക്കുന്ന സോഷ്യൽ മീഡിയ റിലേറ്റഡ് കാര്യങ്ങൾ എന്തോ അതും അവർ ഡിസ്കസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അത് അവർക്ക് കാണിച്ചു കൊടുക്കുകയോ നിങ്ങൾ അവരോടുള്ള സ്നേഹം വ്യക്തമാക്കുന്ന രീതിയിൽ എന്തെങ്കിലും പോസ്റ്റ് ചെയ്ത് കാണും, അത് ഇവർക്ക് കാണിച്ചു കൊടുക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ട്. ഓക്കെ. 6 of Cups വെച്ചിട്ട് അവർ പറയുകയാണ്, വളരെ നൊസ്റ്റാൾജിക്കായിട്ട് ഒരുപാട് മെമ്മറീസ് അവരുടെ മനസ്സിൽ കൂടി കടന്നു വരുന്നു. പഴയ കാര്യങ്ങളൊക്കെ, നിങ്ങൾ കുറച്ച് നാളായിട്ട് റിലേഷൻഷിപ്പിലായിരിക്കണം, കുറച്ച് സമയമായിട്ട്, 1 കൊല്ലമൊന്നുമല്ല, 1-2 കൊല്ലമൊന്നുമല്ല, അതിൽ കൂടുതലായിട്ട് നിങ്ങൾ റിലേഷൻഷിപ്പിലാണ്. ആ സമയത്തുള്ള കാര്യങ്ങൾ, തുടക്കത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇവർ പറയണമെന്ന്, അങ്ങനെ സംഭവിച്ചു, ലൈക്ക് ഭയങ്കര ഫോൺ മെമ്മറീസ് ആയിട്ട് പറയില്ലേ. നമ്മുടെ പഴയ സുഹൃത്തുക്കളൊക്കെ വരുമ്പോൾ നമ്മൾ പഴയ കാര്യങ്ങളൊക്കെ പങ്കുവയ്ക്കുമല്ലോ, അതുപോലെ നിങ്ങൾ സ്കൂൾ കോളേജ് ടൈം മുതലൊക്കെ ഒന്നിച്ച് പഠിച്ചവരുമായിരിക്കാം കേട്ടോ. അപ്പോൾ ആ കാലം മുതലുള്ള മെമ്മറീസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ അവർ പങ്കുവയ്ക്കുന്നതായിട്ട് കാണുന്നു. പേജ് ഓഫ് വോൺസ് വെച്ചിട്ട് വീണ്ടും ഒരു കമ്മ്യൂണിക്കേഷൻ തന്നെയാണ് അവരുടെ മനസ്സിൽ. വിളിക്കണം എന്നവർ തീവ്രമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എന്ന് വീണ്ടും അവരുടെ ഫ്രണ്ടിൻ്റെ അടുത്ത് പറയുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. ഒരുപാട് പേര് അവരുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് കോൾ, മെസ്സേജ്, കോണ്ടാക്റ്റ് അതിനെ പറ്റിയൊക്കെ സംസാരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഇവർ പറയുന്നുണ്ട്, ആകെപ്പാടെ ഒരു ഒറ്റപ്പെട്ട ഫീലിംഗാണ്, എല്ലാവരും കൂടെ ഉണ്ടെങ്കിലും ആരും ഇല്ലാത്ത പോലെ ഒരു ഫീലിംഗ് ആണ്, കാരണം നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നു. ഓക്കെ. അതുകൊണ്ട് തന്നെ വല്ലാത്ത ഒരു ഫീലിങ്ങിലാണ്, കാണണം എന്നാഗ്രഹമുണ്ട് എന്നുള്ള രീതിയിൽ അവർ പറയുന്നതായിട്ട് കാണുന്നു. ഓക്കെ. നിങ്ങൾക്ക് അവരുടെ മെസ്സേജസ് വേണോ? ടാരോ ഒന്ന് എടുത്ത് തരാം അവരുടെ മെസ്സേജസ്. ഓക്കെ. ഇത്രയും തീവ്രമായിട്ട് കോൾ, മെസ്സേജ് എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിൽ എന്ത് മെസ്സേജസാണ് അവർക്ക് പറയാനുള്ളതെന്ന് നോക്കിയാലോ, അല്ലേ? ഡിവൈൻ പ്ലീസ് ഗൈഡ് എൻ്റെ വ്യൂവേഴ്സ്
എൻ്റെ പേഴ്സൺ അവർക്ക് കൊടുക്കാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് എന്താണ്? വല്ലാത്ത മിസ്സിങ് എനർജിയൊക്കെ അവിടെ കണ്ടിരുന്നു. ഒരു സുഹൃത്തുക്കളോട് ഡിസ്കസ് ചെയ്യുന്നതായി കണ്ടിരുന്നു. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൺ അവർക്ക് കൊടുക്കാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് എന്താണ് എന്നൊന്ന് പറഞ്ഞു തരൂ. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൺ അവർക്ക് കൊടുക്കാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് എന്താണ് എന്ന് പറഞ്ഞു തരൂ പ്ലീസ്. എടുക്കട്ടെ. ഡെത്ത്, വേൾഡ്, സിക്സ് ഓഫ് കപ്സ്. ആ റീഡിങ്ങുമായിട്ട് റെസനേറ്റ് ആയിട്ടാണ് വരുന്നത്, കണ്ടോ? 3 ഓഫ് കപ്സ്. ഓ, ഞാൻ പറഞ്ഞില്ലേ, ലവേഴ്സ്, ക്വീൻ ഓഫ് വാൻഡ്സ്, ഏസ് ഓഫ് കപ്സ്, കിങ് ഓഫ് പെൻഡക്കിൾസ്, 6 ഓഫ് പെൻഡക്കിൾസ്. എല്ലാം ആ റീഡിങ്ങിൽ വന്നത് തന്നെയാണ് നമുക്ക്. 3 ഓഫ് വാൻഡ്സ്, കുറച്ച് ആ ഒരു അതും കൂടെ എടുക്കാം. 2 ഓഫ് കപ്സ്, ഞാൻ പറഞ്ഞില്ലേ, കിങ് ഓഫ് വാൻഡ്സ്. ശരി, കിങ് ഓഫ് കപ്സ് ബോട്ടം ഓഫ് ദി ഡെക്ക് കേട്ടോ. അപ്പം മെസ്സേജസിൽ നിങ്ങളുടെ പേഴ്സൺ പറയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ അവരെ എന്തെങ്കിലും സാഹചര്യവശാൽ ഒരു നോ കോണ്ടാക്റ്റിലോ ഒക്കെ ഇരിക്കുകയാണ്, ഒരു ടെമ്പററി ഗ്യാപ്പ് നിങ്ങളുടെ ഇടയിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് എൻഡ് ചെയ്ത് ദയവായി തിരിച്ചു വരൂ എന്ന് അവർ പറയുകയാണ് കേട്ടോ. ആ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ എൻഡ് ചെയ്യുക, അല്ലെങ്കിൽ ആ ബ്രേക്കപ്പ് ഒന്ന് എൻഡ് ചെയ്യുക, ആ പിണക്കം ഒന്ന് മാറ്റുക, എന്നിട്ട് എൻ്റെ അടുത്തേക്ക് തിരിച്ചു വരൂ എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ പേഴ്സൺ. ആദ്യമായിട്ട് ദ വേൾഡ് വെച്ചിട്ട് ലോങ് ഡിസ്റ്റൻസിലാണ്, ലോങ് ഡിസ്റ്റൻസിൽ ഇരുന്ന് നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നു എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. 6 ഓഫ് കപ്സ് വെച്ചിട്ട് നൊസ്റ്റാൾജിക് ആയിട്ട്, നേരത്തെ റീഡിങ്ങിൽ ഞാനത് പറഞ്ഞായിരുന്നു, നിങ്ങൾ ഒരുപാട് കാലമായിട്ട് പരസ്പരം അറിയുന്ന ആൾക്കാരാണ്. പണ്ട് മുതലുള്ള ഓർമ്മകൾ വരുന്നു നിങ്ങളെക്കുറിച്ച് എന്ന് അവർ പറയുന്നു. നമ്മുടെ മൊമെൻറ്റ്സ് ഒക്കെ ഞാൻ ഓർക്കുന്നുണ്ട് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു കേട്ടോ. 3 ഓഫ് വാൻഡ്സ് വെച്ചിട്ട് അവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനും ഉണ്ട്, ലോങ് ഡിസ്റ്റൻസും ഉണ്ട്. അവിടെ ഇരുന്നുകൊണ്ട് നിങ്ങളെ മിസ് ചെയ്യുന്നതായിട്ട് അവർ പറയുന്നു കേട്ടോ. 3 ഓഫ് കപ്സ് വെച്ചിട്ട് ഞാൻ നേരത്തെയും പറഞ്ഞിരുന്നു, ഒരു സുഹൃത്തായിട്ടെങ്കിലും നിങ്ങൾ കൂടെ വേണം എന്നവർ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, ഏറ്റവും നല്ല ഒരു സുഹൃത്തായിട്ട് നിങ്ങൾ കൂടെ വേണം എന്നവർ ആഗ്രഹിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്സിൻ്റെയൊക്കെ ഇടയിൽ വെച്ചിട്ട് നിങ്ങളെ ഒന്ന് കാണാനുള്ള സാഹചര്യം ഉണ്ടാവുന്നതിനെ പറ്റിയിട്ടും അവർ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. ഫ്രണ്ട്സിൻ്റെ ഒപ്പം ആയാലും എന്നെ ഒന്ന് കാണാൻ വരുമോ എന്ന് ചോദിക്കുന്നത് പോലെ. ചുറ്റും ആൾക്കാരുണ്ടായാലും അവർക്കൊക്കെയാണ് നിങ്ങളെ ഒന്ന് കാണണം, സംസാരിക്കണം, അതിന് നിങ്ങൾ തയ്യാറാണോ എന്ന് ചോദിക്കുന്നതും ആവാം. ഓക്കെ, ലവേഴ്സ് വെച്ചിട്ട് ദേ വോണ്ട് ടു സേ ഐ ലവ് യു മെയിനായിട്ട്, അല്ലേ? അവർക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ് എന്ന് അവർക്ക് പറയുകയാണ് അവർ വീണ്ടും വീണ്ടും. കാരണം നിങ്ങൾ അവരുടെ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷനാണ്, ട്വിൻ ഫ്ലെയിം ആണ്, സോൾമേറ്റ് ആണ് എന്നെല്ലാം അവർക്ക് തോന്നാറുണ്ട് എന്നവർ പറയുന്നു നിങ്ങളുടെ അടുത്ത്. ക്വീൻ ഓഫ് വാൻഡ്സ് വെച്ചിട്ട് നിങ്ങളോട് ഒരുപാട് റെസ്പെക്റ്റും ഉണ്ട്, നിങ്ങളുടെ കഴിവുകളിൽ അവർ അഭിമാനിക്കുന്നു, നിങ്ങളെ കാണാൻ അവർക്കിഷ്ടമാണ്, നിങ്ങളുടെ ശബ്ദം കേൾക്കാൻ അവർക്കിഷ്ടമാണ്, നിങ്ങളുടെ ക്യാരക്ടർ അവർക്കിഷ്ടമാണ്, നിങ്ങളെ ആകെ മൊത്തം അവർക്കിഷ്ടമാണ് എന്നവർ പറയാൻ ആഗ്രഹിക്കുന്നു കേട്ടോ. അട്രാക്റ്റഡും ആണ് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. 2 ഓഫ് കപ്സ് വെച്ച് റീയൂണിയൻ വളരെയധികം ആഗ്രഹിക്കുന്നു, നിങ്ങളെ കാണണം, സംസാരിക്കണം, ടൈം സ്പെൻഡ് ചെയ്യണം. തീർച്ചയായിട്ടും യൂണിയൻ വേണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്, റീയൂണിയൻ കേട്ടോ, വീണ്ടും കാണണം എന്ന് ആഗ്രഹിക്കുന്നു. ഏസ് ഓഫ് കപ്സ് വെച്ചിട്ട് ലവേഴ്സിനേക്കാൾ ഒരുപടി മേലെ സ്നേഹം അവർക്ക് തോന്നുന്നുണ്ട്. അവർക്ക് സ്നേഹം കൂടിയിട്ട് മനസ്സ് വിങ്ങുന്ന ഒരവസ്ഥയിലാണ് അവർ നിൽക്കുന്നത്. ഓക്കെ, അത്രയും സ്നേഹം നിങ്ങളുടെ അടുത്ത് തോന്നുന്നുണ്ട് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ അടുത്ത്. ഓക്കെ, നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുക്കാൻ അവർ തയ്യാറാണ് എന്നും അവർ പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ഇടയിൽ കാസ്റ്റ്, കൾച്ചർ, റിലിജൻ, സോഷ്യൽ സ്റ്റാറ്റസ് അങ്ങനെയുള്ള ഡിഫറൻസസ് ഒക്കെ ഉണ്ടായിരിക്കും, പക്ഷെ അതൊന്നും അവർ വകവയ്ക്കുന്നില്ല. നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നു കേട്ടോ. 6 ഓഫ് പെൻഡക്കിൾസ് വെച്ച് നിങ്ങളുമായിട്ട് ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്കിൽ എത്തണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അത് കിങ് ഓഫ് പെൻഡക്കിൾസുമായിട്ട് കണക്റ്റഡ് ആയിട്ട് നമുക്ക് പറയാം. നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റീസിൽ ഒരു ഈക്വൽ ഷെയർ എടുക്കാൻ അവർ ആഗ്രഹിക്കുന്നു എന്നും അവർ പറയുന്നു നിങ്ങളുടെ അടുത്ത് കേട്ടോ. സ്നേഹം തരൂ, എന്നെ സ്നേഹിക്കൂ, ഞാൻ തിരിച്ചും സ്നേഹിക്കാമെന്ന് അവർ നിങ്ങളുടെ അടുത്ത് പറയുകയാണ്. ഓക്കെ, കിങ് ഓഫ് വാൻഡ്സും ക്വീൻ ഓഫ് വാൻഡ്സും ഒരേ റീഡിങ്ങിൽ വരുമ്പോൾ ഞാൻ പറയും അവിടെ ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് അവർ ആഗ്രഹിക്കുന്നുണ്ട്.
നിങ്ങളുടെ ചിന്തകൾ മിറർ ചെയ്യാണ്. ഓക്കെ, നിങ്ങൾക്ക് അവരോട് ഇഷ്ടമാണ്, അവർക്കും നിങ്ങളോട് ഇഷ്ടമാണ്. ഓക്കെ, രണ്ടുപേരും തന്നെ പരസ്പരം അട്രാക്റ്റഡ് ആണ്, റെസ്പെക്റ്റ് ഉണ്ട്. ഈ പറഞ്ഞ എല്ലാം തന്നെ ക്വീൻ ഓഫ് വോൺസിൻ്റെ എക്സ്പ്ലനേഷൻ എല്ലാം തന്നെ കിങ് ഓഫ് വോൺസിനും ഞാൻ പറയും. ഓക്കെ, പരസ്പരം ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നതായിട്ടാണ് അവിടെ കാണുന്നത്. ഓക്കെ, നിങ്ങൾ ഒരു ലൈഫ് പാർട്ട്ണറായിട്ട് തന്നെയാണ് അവരുടെ സങ്കല്പത്തിൽ നിങ്ങൾ തന്നെയാണ് അവരുടെ ലൈഫ് പാർട്ട്ണർ എന്ന് തന്നെയാണ് കാണുന്നത്. കിങ് ഓഫ് കപ്സ് വെച്ചിട്ട് വീണ്ടും സ്നേഹത്തിൻ്റേതായിട്ടുള്ള 3 കാർഡ്സും അവിടെ വന്നിട്ടുണ്ട്. ലവേഴ്സും, ഏസ് ഓഫ് കപ്സും, കിങ് ഓഫ് കപ്സും. ഓക്കെ, കിങ് ഓഫ് കപ്സും അത് തന്നെയാണ്, നിങ്ങളുടെ അടുത്ത് ഒരുപാട് സ്നേഹമാണ് എന്ന് അവർ വീണ്ടും വീണ്ടും ഡിക്ലെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു കേട്ടോ. കുറച്ച് മെസ്സേജസ് കൂടെ എടുത്തു തരാം. ബ്യൂട്ടിഫുൾ മെസ്സേജസ് അല്ലേ? some more messages from my viewers person, some more messages from my viewers person, some more messages from my viewers person. അധികമല്ല, കുറച്ച് കേട്ടോ. പേജ് ഓഫ് സോർട്സ്. നിങ്ങളുടെ പേഴ്സൺ ഒരു സ്റ്റുഡൻ്റൊക്കെ ആണെങ്കിൽ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യുമെന്ന് പറയാൻ ആഗ്രഹിക്കുന്നു കേട്ടോ. ഓക്കെ, അവരുടെ സ്നേഹം ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു പ്രപ്പോസൽ ഒക്കെ ആയിട്ട് അവർ നിങ്ങളെ അപ്രോച്ച് ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഏസ് ഓഫ് വാൻസ് വെച്ച് ഒരു ന്യൂ റൊമാൻറ്റിക് ബിഗിനിങ് നിങ്ങളുമായിട്ട് വേണം എന്നവർ തീർച്ചയായും ആഗ്രഹിക്കുന്നു എന്ന് പറയുകയാണ് നിങ്ങളുടെ അടുത്ത് കേട്ടോ. 4 ഓഫ് വാൻസ് വെച്ചിട്ട് ഞാൻ നേരത്തെ ഞാൻ റീഡിങ്ങിൽ പറഞ്ഞിരുന്നു, ഒന്നുകിൽ ഒരു ഇവൻറ്റിൽ വെച്ചിട്ട് നിങ്ങൾ തമ്മിൽ കാണാനുള്ള സാഹചര്യം ഉണ്ടാവുന്നുണ്ട് അടുത്ത 4 ദിവസത്തിൽ. അപ്പോൾ അവിടെ വെച്ച് നിങ്ങളെ കാണാം, വി വിൽ മീറ്റ് ഈച്ച് അതർ എന്ന് പറയുകയാണ്. നമുക്ക് തമ്മിൽ കാണാം അവിടെ വെച്ച് എന്നവർ പറയാൻ ആഗ്രഹിക്കുന്നു. അതിൻ്റെ ഒപ്പം തന്നെ മനസ്സ് തുറക്കാൻ പറ്റിയാൽ അതും ചെയ്യണം എന്നവർക്ക് ആഗ്രഹമുണ്ട് കേട്ടോ. അതും അവരുടെ മനസ്സിലുണ്ട്. മെയിനായിട്ട് തമ്മിൽ കാണാമെന്നാണ് അവർ ഉദ്ദേശിക്കുന്നത് ആ ഇവൻറ്റിൽ വെച്ചിട്ട്. ഇവൻറ്റോ മീറ്റിങ്ങോ കല്യാണമോ അങ്ങനെ എന്തോ ആണ്. ഓക്കെ, കുറച്ച് പേരുണ്ട് നിങ്ങൾക്ക് ചുറ്റിനും, അവിടെ വെച്ച് കാണാൻ സാധ്യത ഉണ്ടെന്നാണ് അവർ പറയുന്നത്. ഇനിയും കാർഡ്സ് ഒരു 3 കാർഡ് കൂടെ എടുക്കാം അല്ലേ? ഒരു 3 more messages, divine, 3 more messages. 7 of Pentacles. അവർക്ക് ജോലിയിലും കുറച്ച് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. ജോലി തിരക്കാണ്, അതിനുശേഷമായിരിക്കും നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്നത് കേട്ടോ. ഇവൻ്റെ ജോലി സംബന്ധമായിട്ടായിരിക്കാനും സാധ്യതയുണ്ട്. ഇവരുടെയോ നിങ്ങളുടെയോ ജോലി സംബന്ധമായിട്ടുള്ളൊരു ഇവൻ്റ് ആയിരിക്കാനും സാധ്യതയുണ്ട്. അവരതിൻ്റെ പ്രിപ്പറേഷൻസിലാണ് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. എംപ്രസ്, നിങ്ങൾ അവരുടെ ലൈഫിലുള്ള എംപ്രസ് ആണ്. എംപ്രസ് സാന്നിധ്യമാണ്, സ്ത്രീ ആയാലും പുരുഷനായാലും. ഓക്കെ, എനർജിയാണ് നമ്മൾ കൗണ്ട് ചെയ്യേണ്ടത്. അതായത് നിങ്ങൾക്കൊരു റീപ്ലേസ്മെൻ്റ് ഒന്നും അവർക്ക് ലൈഫിൽ സാധ്യമല്ല. ഓക്കെ, നിങ്ങളെന്നും അവരുടെ കൂടെ വേണം എന്ന് തന്നെ അവർ ചിന്തിക്കുന്നു. ഓക്കെ, അങ്ങനെ വളരെ ഒരു ഹൈ ലെവലിലാണ് അവർ നിങ്ങളെ അവരുടെ ലൈഫിൽ വെച്ചിരിക്കുന്നത് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു കേട്ടോ. നൈറ്റ് ഓഫ് കപ്സ് വെച്ചിട്ട് നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് എന്ത് ഗിഫ്റ്റാണ് വേണ്ടത് എന്ന് അവർ ചോദിക്കുകയാണ്. നിങ്ങൾ തമ്മിൽ കാണുമ്പോൾ ഒരു സുഹൃത്തിനോട് ചോദിച്ചിരുന്നു എന്താണ് ഗിഫ്റ്റ് കൊടുക്കേണ്ടത് എന്നല്ലേ, അത് തന്നെയാണ് അവർ നിങ്ങളോടും ചോദിക്കുന്നത്. നിങ്ങൾക്ക് എന്ത് ഗിഫ്റ്റാണ് വേണ്ടത്, തമ്മിൽ കാണുമ്പോൾ നിങ്ങൾക്ക് എന്ത് തരണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന് അവർ ചോദിക്കുകയാണ് കേട്ടോ. ഒരേ ഒരു കാർഡ് കൂടെ എടുത്തിട്ട് നിർത്താം. ഒരേ ഒരു മെസ്സേജ് കൂടെ തരുക എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട്. ഒരേ ഒരു മെസ്സേജ് കൂടെ തരും. വളരെ ബ്യൂട്ടിഫുൾ മെസ്സേജസ് അതാണ്, കുറച്ചുകൂടെ എടുക്കാമെന്ന് മനസ്സിലൊരു ആഗ്രഹം. 4 ഓഫ് കപ്സ്, നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നു, ഐ മിസ് യു എന്ന് അവർ പറയുകയാണ്. ഇന്നത്തെ രാവിലത്തെ മറ്റ് ചാനലിൻ്റെ മെസ്സേജസിലും അതുണ്ടായിരുന്നു. ഐ മിസ് യു, ഐ ലവ് യു എല്ലാം അതിൽ വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇതൊക്കെയായിരുന്നു നിങ്ങളുടെ പേഴ്സൻ്റെ മെസ്സേജസ്. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ നമ്മുടെ റീഡിങ് ഇഷ്ടപ്പെട്ടെങ്കിൽ, ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക കേട്ടോ. ഹൈപ്പും കൂടെ ഒന്ന് ചെയ്ത് തരണേ. അതേപോലെ പേഴ്സണൽ റീഡിങ് വേണ്ടവർ കോണ്ടാക്റ്റ് ചെയ്തു തരാം. അതേപോലെ വേറെന്താണ്, വേറൊരു കാര്യം ഞാൻ പറയട്ടെ. സൺഡേ ഒരു പക്ഷേ ഷോർട്സ് മാത്രമേ ഞാൻ ഇടണ്ടാവുള്ളൂ എന്ന് എനിക്കൊരു യാത്രയുണ്ട്. മൺഡേ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യാം. പോയ അവിടെ നിന്ന് ഐ വിൽ റെക്കോർഡ് ആൻഡ് ഞാൻ പോസ്റ്റ് ചെയ്യാം. ഓക്കെ, അതേപോലെ ട്യൂസ്ഡേ ഡൗട്ടാണ്, ട്യൂസ്ഡേ വീഡിയോ ഉണ്ടാവുമോ എന്നുള്ള കാര്യം ഡൗട്ടാണ്. ഓക്കെ, സൺഡേയിലേക്ക് നാളെയും മറ്റന്നാളും പേഴ്സണൽ റീഡിങ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അതിൻ്റെ അടുത്ത ദിവസം മൺഡേ പറ്റിയാൽ കോണ്ടാക്റ്റ് ചെയ്ത് നോക്കൂ. സൺഡേ ഞാൻ പറയാം മൺഡേ പറ്റുമോ എന്നുള്ളത്. ട്യൂസ്ഡേ പേഴ്സണൽ റീഡിങ് പറ്റില്ല കേട്ടോ. മനസ്സിലായല്ലോ ഞാൻ പറഞ്ഞത്. സൺഡേ മോർണിംഗ് ഷോർട്സ് മാത്രമേ ഉണ്ടാവുള്ളൂ, വീഡിയോ ഉണ്ടാവില്ല സൺഡേ. ഓക്കെ, മൺഡേ വീഡിയോ പോസ്റ്റ് ചെയ്യാം.
പേഴ്സണൽ റീഡിങ്ങും ചെയ്യാം. ഓക്കെ, സൺഡേ പേഴ്സണൽ റീഡിങ് ചെയ്യാവുന്നതാണ്. ഇറ്റ്സ് നോട്ട് എ പ്രോബ്ലം. ഓക്കെ, സൺഡേ ഞാൻ സമയം കണ്ടെത്തി അവിടെ എത്തിക്കഴിഞ്ഞിട്ട് എനിക്ക് പേഴ്സണൽ റീഡിങ് ചെയ്യാവുന്നതേ ഉള്ളൂ. മൺഡേയും പേഴ്സണൽ റീഡിങ് ചെയ്യാവുന്നതാണ്. ട്യൂസ്ഡേ എനിക്ക് ഡൗട്ടാണ്, പേഴ്സണൽ റീഡിങ്ങിൻ്റെ കാര്യം ഡൗട്ടാണ്. വീഡിയോയും ഉണ്ടായിരിക്കാൻ സാധ്യതയില്ല. മൺഡേ വീഡിയോ ഉണ്ടായിരിക്കും കേട്ടോ. അപ്പം ഇതാണ് ആസ് പെർ പ്ലാൻ. അതാത് ദിവസം ഞാൻ പറയാം റീഡിങ്. പിന്നീട് ട്യൂസ്ഡേ നിങ്ങൾ എങ്ങാനും പേ ചെയ്യുവാണെങ്കിൽ വെനസ്ഡേയിലേക്ക് ചെയ്തു തരാം കേട്ടോ. ഇറ്റ്സ് നോട്ട് എ പ്രോബ്ലം. ഓക്കെ, അപ്പോൾ അങ്ങനെ ഇരിക്കുന്നു. വേറെ ഒന്നുമില്ല. അപ്പോൾ വേറെ വീഡിയോസുമായിട്ട് നമ്മൾ തമ്മിൽ കാണും വരെ എല്ലാവരും ഹാപ്പി ആയിരിക്കുക, സേഫായിട്ടിരിക്കുക, സമാധാനമായിട്ടിരിക്കുക, ഡിവൈനുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ. ബൈ.